അമേരിക്ക കൈവിട്ടതോടുകൂടെ നെതന്യാഹു ഏറെക്കുറെ തീരുമാനമാകുന്ന മട്ടാണ് ഇപ്പോൾ ഉള്ളത്. അമേരിക്കയ്ക്ക് ഈ ഒരു വിഷയത്തിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സന്തോഷം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. പക്ഷേ ഒരു പണി കൊടുക്കുന്നുണ്ട് എന്നുള്ള വ്യക്തമാണ്. അഥവാ അമേരിക്കയെ എപ്സ്റ്റീൻ ഫയൽ കാണിച്ചുകൊണ്ട് എത്രത്തോളം പേടിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയായിട്ട് നെതന്യാഹുവിനെ പേടിപ്പിക്കാനും ഒരുപക്ഷെ ജയിലിലേക്ക് തന്നെ മാറ്റാനും കഴിയുന്ന വിധത്തിലാണ് അവിടെയുള്ള അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. പ്രധാനമായി റിപ്പോർട്ടിൽ നമുക്ക് കാണുന്നത് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി ഈ നെതന്യാഹുവിനെ തള്ളിപ്പറയുകയും ഇദ്ദേഹം ഇനിയൊരിക്കലും ഈ രാജ്യത്തിനൊരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല എന്ന് രാജ്യത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നഫ്തലി ബെന്നറ്റ് എന്ന് പറയുന്ന ആൾ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അടുത്ത പ്രധാനമന്ത്രി ഞാനാണ് എന്നുകൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ലെവലിൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പം ഈ മനുഷ്യനിക്ക് അല്ലെങ്കിൽ നെതന്യാഹുവിന് 3 പ്രമാദമായ കേസുകൾ സുപ്രീം കോടതിയിലുണ്ട്, ഇസ്രായേലിൻ്റെ സുപ്രീം കോടതിയിൽ. അതിൽ മിക്കപ്പോഴും ഈ വിചാരണയ്ക്ക് വിധേയനാകാതെ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഒഴിയുന്ന രീതിയാണ്. പക്ഷേ ഇപ്പോൾ സമാധാനം വന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങനൊരു കാരണം പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല എന്നത് എല്ലാ ആളുകൾക്കും അറിയാം. അതാണ് ഈ പ്രതിപക്ഷ നേതാവ് വളരെ കണ്ണിങ്ങായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇനിയുള്ള ഒരു ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതി വരാന്തയിൽ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം അവസാനിച്ചിരിക്കുന്നു. നമ്മുടേതായ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാൻ ഞാൻ ഏറെ യോഗ്യനാണ്. വന്നാൽ 1 മാസം 2 മാസം കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഹോർമുസ് കടലെടുക്ക് നമ്മുടെ ഉള്ളം കയ്യിൽ വരും എന്ന് പറഞ്ഞ് ഒരുപാട് എന്താ പറയുക വാക്കുകൾക്ക് അങ്ങ് തള്ളി മറിക്കുക ചെയ്യുന്നത്. പക്ഷേ നെതന്യാഹു തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു വിചാരണയ്ക്ക് നേരിടേണ്ടി വരുമെന്നുള്ളത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന നെതന്യാഹുവിന് അറിയുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുമോ ഇല്ലയോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. ഇനിയെങ്ങാനും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പുറത്ത് നല്ല രീതിക്കുള്ള എന്തെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുവിപ്പിച്ചിട്ടേ വരാൻ സാധ്യതയുള്ളൂ. ഹിസ്ബുള്ളയുമായിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള അറ്റാക്ക് നടത്തിയിട്ട് ഇനി ഹോസ്പിറ്റലിൽ നിന്ന് റിലീസാവുള്ളൂ എന്ന് ഈ നഫ്തലി ബെന്നറ്റിൻ്റെ ആ പ്രഖ്യാപനത്തോടുകൂടെ നെതന്യാഹു ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തിന് ആ മനുഷ്യനിക്ക് അറിയാൻ പറ്റും, ഇനി വന്നു കഴിഞ്ഞാൽ എന്നെ എവിടെയും തൊടാതെ കോടതി വരാന്തയിലൂടെ നടത്തിച്ച് ആ വിചാരണ കൂട്ടിൽ കയറ്റി അങ്ങ് വിചാരണ ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഞാൻ പ്രധാനമന്ത്രിയായിട്ട് പോലും കാര്യമില്ല, അവരുടെ തീരുമാനത്തിന് ഞാൻ വകം വെച്ച് കൊടുക്കേണ്ടി വരും എന്നുള്ള ആ ഒരു തന്ത്രത്തെ ആ ഒരു രക്ഷപ്പെടലായിരിക്കും. ഇപ്പോഴല്ല ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്, അദ്ദേഹത്തിന് അറ്റാക്ക് വന്നിരിക്കുന്നു, അറ്റാക്കിൻ്റെ സാധ്യത തെളിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ആ വാർത്തകളൊക്കെ പടച്ചുവിടുന്നത്. ശരിക്കും ഇത് ഈ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഈ മനുഷ്യനിക്ക് ഇനി ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞു. കാരണം അമേരിക്ക പിൻവാങ്ങിയതോടുകൂടെ ഇനിയിപ്പം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ യുദ്ധത്തിന് സാധ്യത തെളിയുന്നില്ല. പക്ഷേ ഇപ്പോഴും വളരെ രൂക്ഷമായിട്ട് അവർ അറ്റാക്ക് നടത്തുന്നുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഇവിടെ എന്തെങ്കിലും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയാൽ മാത്രമേ മാളത്തുനിന്ന് നെതന്യാഹു ഇങ്ങോട്ട് പോരുള്ളൂ, അഥവാ ഹോസ്പിറ്റലിൽ നിന്ന് നെതന്യാഹു ഇങ്ങോട്ട് പോരുള്ളൂ. കാരണം അത്രമേൽ കുടുങ്ങിയ ടൈമാണിത്. ആ ടൈമിന് ഇവിടെ ഇങ്ങനെ വലസി നടന്നാൽ ഒരിക്കലല്ല മറ്റൊരിക്കൽ ഇയാൾക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് ബോധ്യപ്പെട്ട് ആ ഒരു തവണ പോയി വിചാരണയ്ക്ക് വിധേയമായതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നിടത്തുനിന്ന് പിന്നൊരിക്കലും ആ കോടതി മുറിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇനി എന്താ ഉണ്ടാകുക എന്ന് വെച്ചാൽ മിക്കവാറും ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടും, അല്ലെങ്കിൽ ICUവിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടും. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഭയങ്കര പ്രശ്നമെന്നുള്ളത് വാർത്തയായിട്ട് സൃഷ്ടിച്ചെടുത്ത് വലിയ രൂപത്തിൽ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും മാധ്യമങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അതോടൊപ്പം ഈ സുപ്രീം കോടതി തൽക്കാലം വിചാരണ നീട്ടിവെക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നെതന്യാഹു ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാം നെതന്യാഹുവിന് സ്ഥാനഭ്രഷ്ടനാവുമോ അല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാൻ പറ്റും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.